ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോവാണ്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എൻ്റെ ബോട്ടിലെ കണ്ടുപിടിച്ച് ഒക്കെ സെറ്റായി ഇതിട്ട് എത്തി, എല്ലാ റിസ്ക് കുടിച്ചൊക്കെ എത്തിയതാണ്. നമുക്ക് ഈ ഡ്രാഗനെ കൂടി കൊന്ന് ഇവിടുന്ന് പോകണം. അപ്പോൾ നമ്മൾ ചലഞ്ചാണ് കംപ്ലീറ്റ് ആവും. 15 ടൈംസ് ചലഞ്ച് 51ാമത്തെ ദിവസം, അതായത് 48-49ാമത്തെ ദിവസം എന്തോ ഞാൻ ഇവിടേക്ക് നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി എൻ്റെ ബോട്ടിൽ അപ്പം ഇറങ്ങി. 51ാമത്തെ ദിവസം നമ്മൾ ഇങ്ങോട്ട് കയറി ചെയ്തു. അതായത് ഏകദേശമൊക്കെ വലിയ വ്യത്യാസമൊന്നും ഇല്ല തോന്നുന്നു. ഉണ്ടാവില്ല എന്തായാലും നമ്മൾ പറഞ്ഞത് ഏകദേശമൊക്കെ ഒരു ഇതിൽ എത്തിക്കണേ. അപ്പോൾ നമുക്ക് ജീവനൊക്കെ ഒന്നാണ്ട് ഇവിടെ പോകണം. കൊല്ലല്ല പറഞ്ഞാൽ അത്ര എന്താ ഇപ്പോൾ സിമ്പിൾ പരിപാടിയല്ല. കാരണം ഞാൻ അയൺ ആർമറിന് വേണ്ടി വന്നിട്ടുണ്ട്. അയൺ ആർമർ, അയൺ ടൂൾസ് ഒക്കെ അയണാണ്. അപ്പോൾ കണ്ടേ ഇപ്പം പോന്നാലും മിക്കവാറും ഷീട്ട് പൊട്ടിച്ചാൽ ചാൻസ്. ഞാൻ പുതിയ ഷീട്ട് എടുക്കാണ്ട് വന്നിക്കണത്. എന്നാലും നമുക്ക് അടിച്ചല്ല, ഞാൻ അടിച്ചൊന്നും കുറേ അടിച്ചിട്ടുണ്ടോ, ഒന്നും കൊള്ളണില്ല അവൻ്റെ മേത്ത്. പോയോ കണ്ടോ പൊട്ടാനിരിക്കണേ ഷീൽഡ് കണ്ടില്ലേ, മിക്കവാറും പൊട്ടും. പിന്നെ അടിച്ചിട്ടുണ്ട്. ഇത് പണിയാവൂലോ. നമ്മളിനി ഡ്രാഗനായിട്ട് ഫൈറ്റ് എടുക്കണതിൻ്റെ ഇടയിൽ ഇവരും കൂടി ഇവരെ അടിക്കുക വെച്ചാൽ 1-2-2.5 ഹാർട്ട് എന്തോ പോവും ചെയ്യും തോന്നുന്നു. അത് പണിയാണ്. എന്തായാലും ഞാൻ കുറേ ബിൽഡിംഗ് ബ്ലോക്സും പിന്നെ എൻഡപ്പുകളും ഇതൊക്കെ എടുത്ത് വന്നിക്കണ്. പിന്നെ MLG ഞാനൊരു ബക്കറ്റും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പഠിച്ച MLG ഒക്കെ. അപ്പോൾ നമുക്കൊന്ന് MLG ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അത് നോക്കണം. നമുക്ക് എന്തായാലും പില്ലർ ചെയ്താണ്ട് ഈ ഇതൊക്കെ പൊട്ടിച്ച ഫസ്റ്റത്തെ തന്നെ കേജിൻ്റെ ഉള്ളിലാണ്. ഇതെല്ലാതും പൊട്ടിക്കണം. ഓരോന്നും ഇങ്ങനെ പൊട്ടിക്കണം. ഡ്രാഗനൊന്നും തന്നെ കൊല്ലാൻ പറ്റുമെന്ന് കരുതല്ലേ. എന്തായാലും നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കണം. 50ാമത്തെ ദിവസം തന്നെ നമ്മൾ ഡ്രാഗനെ കൊല്ലാനൊക്കെ വന്നിരിക്കണം. എന്തായാലും കുറച്ച് കൂടിപ്പോയില്ലേ. എന്തായാലും കുറക്കാം. അപ്പോൾ കുറച്ചുണ്ട് അടിയിൽ ഇറങ്ങിയിട്ട് MLG ചെയ്താൽ മതി. അതുപോലെ ഇവിടുന്ന് തന്നെ ചെയ്യാൻ തോന്നുന്നു അല്ലേ. ചെയ്ത ഫസ്റ്റ് അപ്പോൾ സക്സസ്ഫുള്ളി ഫസ്റ്റത്തെ MLG മൂജിക്കണ്. ഇനി ചാവാത്തത് എന്തോ വല്ല ഭാഗ്യട്ടോ. എന്തായാലും ഇനി അടുത്തതിലേക്ക് പോകണം. ഡ്രാഗൻ ഇതുവരെ നമ്മളെ കണ്ടിട്ടില്ല തോന്നുന്നു. അടുത്ത പില്ലർ എവിടെ ഉണ്ടാകും? അടുത്ത പില്ലർക്ക് ഇപ്പോൾ എൻ്റർമാനും ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കും. ഓനെച്ചാൽ നമ്മളെ ഇതിൻ്റെ മുമ്പ് തന്നെ വന്ന് നിൽക്കും, കണ്ണിൻ്റെ നേരെ മുമ്പ് തന്നെ. എന്നിട്ടോ പൊന്തിച്ച് ഓൻ്റെ കണ്ണുമ്പ് കേൾക്കും. എന്നിട്ടോ നമ്മളെ തല്ലാൻ വരും. ഓനാരാ? ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഡ്രാഗനെ പെട്ടെന്ന് കൊന്ന് പോകണം. ചലഞ്ചർ നിർത്തണം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇതിവിടെ വെച്ച് നിർത്തണോ? നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നിങ്ങളെന്താ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യും. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എലൈറ്ററൊക്കെ എടുത്ത് ഫുള്ള് സെറ്റാക്കി ഒക്കെ സെറ്റാക്കും. എല്ലാതും സെറ്റാക്കും. നമ്മൾ വാർഡനെയും ഒന്ന് എല്ലാത്തിനെയും ഒന്ന് നമ്മൾ ഈ മൈൻക്രാഫ്റ്റിത്തെ ഗോൾഡൻ ആവും. അതാവണമെങ്കിൽ നമ്മൾ അതും ആവും. കണ്ടോ നമ്മൾ അയൺ ആർമർ വന്നിക്കണം. അയൺ ആർമറിനെ ഇപ്പം തന്നെ ഗോഡ് തന്നെയാണ്. ഞാൻ അയൺ ആർമറിനൊക്കെ വന്ന് കൊല്ലുക പറഞ്ഞാൽ ഗോഡാക്ക് മാത്രമേ പറ്റൂ. എന്തായാലും അടുത്തൊരു MLG കൂടി നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഒരു MLG കൂടി ചെയ്താൽ നേരത്തെ ഒരു പേടിയുണ്ട്. എന്നാലും 2 ബ്ലോക്ക് അടിക്കാനും ഒന്ന് ചെയ്ത് നോക്കാം. ഇത് വർക്കായാലും ഞാൻ MLG ഗോഡാട്ടോ. നിങ്ങളെല്ലാവരും സമ്മതിച്ചണേ. ഈശ്വര വർക്കായി. അപ്പോൾ ഞാൻ MLG കോഡ് എല്ലാവരും കമലാവുന്ന ഇടുക. MLG കോഡ് ആരാണ്? ഫെനിക്സ്. MLG കോഡ് ഫെനിക്സ്. ഈ ബാക്കിയുള്ള പില്ലറും കൂടിയാണ് പൊട്ടിച്ചണം. നല്ല ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇതിൻ്റെ ചാവാനും ചാൻസ് ഉണ്ട്. നമ്മളെന്തായാലും എല്ലാ പില്ലറൊക്കെ പൊട്ടിച്ചിരിക്കണു. നമ്മളെ ഹെൽത്ത് ആണല്ലേ കണ്ടോ, അത്രയും ഹെൽത്ത് കുറഞ്ഞിറക്കാണ്. ഡ്രാഗൻ്റെ ഹെൽത്ത് ഞാൻ കുറച്ചിരുന്നു. നമുക്കിനി എന്തുകൊണ്ട് എടുക്കാൻ പോകണം. നമുക്ക് നേരിട്ട് പാഞ്ഞാലോ. എന്തായാലും നിൽക്കണം അവിടെ. നേരിട്ട് പായ്യ. നമ്മളെ ഫസ്റ്റ് ഡെത്ത് അത്രയും ഡാമേജ് ഞാൻ കൊടുത്തു. അതുവരെ ചത്തില്ല. ഇതെന്തോടാ അത്രയും ഡാമേജ് അവൻ കൊടുത്തു. അതിൽ ചത്തില്ല. ഇപ്പോഴാ ഫസ്റ്റ് ഡെത്ത്. ഗൈസ് എന്തായാലും റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല ലാഗ് ഇടിച്ചിട്ടോ. കാര്യം പറയുമ്പോൾ ആകെ സ്റ്റക്കായി നിൽക്കണം. എന്ത് ലാഗാന്നറിയോ? അതുകൊണ്ടൊക്കെ തന്നെ നച്ചാവണം. ഒന്ന് തിരിയാൻ പോലും പറ്റണില്ല ചില നേരത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ. എന്തായാലും ഫസ്റ്റത്തെ ഡെത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയാൽ അത് അവിടെ തന്നെ ഉണ്ടാവില്ലേ ആ ആർമർ ടൂൾസൊക്കെ.
അത് പെട്ടെന്ന് പോയി എടുത്താണ്ട് അടുത്ത ഫൈറ്റിന് ഒരുങ്ങുക. എന്തായാലും നമ്മൾ ഇവിടുന്ന് കൊല്ലാതെ ഇറങ്ങൂല, നമ്മൾ കൊല്ലാതെ എന്തായാലും ഇവിടുന്ന് പോവില്ല. ഡ്രാഗനെ കൊല്ലണം, ഡ്രാഗനെ കൊല്ലാതെ പോവില്ല. നമ്മൾ ചലഞ്ച് അതാണ്. ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്, വ്യൂസൊക്കെ കുറവാണ്. എല്ലാവരും പറ്റണവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചാണ്ട് സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. ഈ ലൈക്ക് അടിച്ചുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് എന്താവും, റെക്കമെൻഡ് ആവും വീഡിയോ. ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തിട്ട് എന്താ വ്യൂസും ഇല്ല ലൈക്കും ഇല്ല. എൻ്റെ ചില 2-3 വീഡിയോസിന് എയും വെച്ചൊക്കെയാണ് വ്യൂസ് ഉള്ളത്, 2-3 അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി റെക്കമെൻഡ് ആവും. പിന്നെ ഇതേപോലെ ഈ അയൺ ആർമർ മീം ഇതേപോലെ ചലഞ്ചൊക്കെ വെച്ചാണ്ട് ആരെങ്കിലും ഡ്രാഗനെ കൊന്നുകണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക ആരാണെന്ന്. ഞാനെന്തായാലും അധികം ദിവസമായിട്ടില്ല അതിലേക്ക് വന്നിട്ട്, 1-1.5 മാസത്തോളമായിട്ടുള്ളൂ മൈൻക്രാഫ്റ്റ് തുടങ്ങിയിട്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യത്തിനൊക്കെ പഠിച്ചു. നമുക്ക് എന്തായാലും അതങ്ങനെ വെറുതെ ബെസ്റ്റ് എവിടെ കയറി കുത്തിരുന്നേ ഡ്രാഗൻ്റെ എന്താ ആ സാധനത്തുമേ എന്തൊക്കെ പറയും. എന്തായാലും ഒരട്ടോട് ചത്തുകളെ ഇനി പോയാണ്ട് കൊല്ലുക പറ്റണം. അത്രയും അതിനാണ് നമ്മൾ അതിന് റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താലേ ജീവിതത്തിൽ വിജയമുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, അയൺ ആർമർമേണി വന്നിക്കണത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വേൾഡ് തുടങ്ങിയിരുന്നു. ആ വേൾഡിൽ ഞാൻ ഡ്രാഗനെ കൊന്നു. ഒരുപാട് സംഭവം നെതറൈറ്റ് ആർമറും ഒരുപാട് സാധനങ്ങൾ ഞാൻ അതിലിതാക്കിയിരുന്നു. അതിൽ ഞാൻ ഡ്രാഗനെ കൊല്ലാൻ പോയത് തന്നെ ഡയമണ്ട് മൈൻ. എന്താ അവിടെ നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോയത് തന്നെ ഡയമണ്ട് മൈൻ. അപ്പോൾ വെച്ച് ഡ്രാഗൻ്റെ ആ അറിയില്ല. പിന്നെ മാത്രമല്ല അവിടെ ആ ഡ്രാഗനെ കൊല്ലാൻ പോകുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചാൽ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ പിന്നെ അത് പിക്സലാറിന് എടുത്തേനു. ഓനാണ് ഈ ഗെയിമൊക്കെ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ ഡയമണ്ട് ആർമറൊക്കെ ആയണ്ട പോയത്. അതില്ല, വലിയ കുഴപ്പമുണ്ടായില്ല. എന്തായാലും നമ്മൾ ഇതൊക്കെ കുറച്ചൊക്കെ ഡ്രാഗൻ്റെ ഹെൽത്തിന് ഒരടി കൂടി ഉള്ളൂ. ഒരടിക്ക് ഇത്രയാക്കിക്കണ് വിത്ത് ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ്. ഓക്കെ, ഞാനൊരു കൈവേറിയാണെന്ന് പിന്നെയും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഒരടി കൊള്ളുന്നില്ല, ഒരടി കൊള്ളിച്ച് അപ്പോൾ ചത്തു. യെസ് കഴിഞ്ഞു. എങ്ങനെ എൻ്റർമാനോ? അതിൻ്റെ ഇടയിൽ എൻ്റർമാൻ്റെ കണ്ണൊക്കെ നോക്കിയോ? ചേട്ടത്തരം അപ്പോൾ ഓക്കെ. എന്തായാലും കുഴപ്പമില്ല. ഡ്രാഗൻ എന്തായാലും സക്സസ്ഫുള്ളി നമ്മൾ കൊന്നിട്ടുണ്ട്. നമ്മളെ ചലഞ്ച് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 52ാമത്തെ ഡേയ്സിൽ വിത്ത് അയൺ ആർമർ ആൻഡ് ടൂൾസ് കേട്ടോ. അപ്പോൾ ആരാണ് മൈൻക്രാഫ്റ്റ് കോഡ് ചോദിച്ചാൽ ഫെനിക്സ്. ഓക്കെ, ഫെനിക്സ്, ഓൺലി ഫെനിക്സ്. മൈൻക്രാഫ്റ്റ് ഗോഡ് ഓൺ ഫെനിക്സ്. എല്ലാതും ഫെനിക്സ് തന്നെ. എന്തൊക്കെയുണ്ടല്ലോ അതൊക്കെ ഫെനിക്സ് തന്നെയാണ്. ഓക്കെ, നമുക്കത് ലെവലും കിട്ടുന്നുണ്ട് ഇവിടുന്ന് കുറേ. എത്ര പെട്ടെന്ന് 56 ലെവലായത്. ആക്കണം. അവിടെ നമ്മൾ പോർട്ടൽ സ്പോൺ ആയിരുന്നില്ലേ? അതല്ലേ എൻ്റെ സിറ്റി പോകണം. അതന്നെ എൻ്റെ സിറ്റി പോകണം. നമുക്ക് ഇവിടുന്ന് എഗ്ഗൊക്കെ എടുക്കണം. എഗ്ഗൊക്കെ പിന്നെ എടുക്കാം. നമുക്ക് എന്തായാലും ഞാൻ ഉള്ളിൽ ചാടുക. എന്തായാലും നമ്മൾ പറഞ്ഞ ചലഞ്ച് നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? അയൺ ആർമർ ഫസ്റ്റാണ്. അതായത് ഇതിൻ്റെ രണ്ടാമത്തെ ഡ്രാഗനെ കൊല്ലണത്. ഫസ്റ്റ് ഞാൻ തുടങ്ങിയ വേൾഡിലും പിന്നെ ഇതിലും. എന്തായാലും നമ്മൾ ഡ്രാഗനെ കൊന്നണേ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയാം. നമ്മൾ കമൻറ്റിൽ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കും ചെയ്യും. അത്രയേ ഉള്ളൂ. നമുക്കിനി അതിനുള്ളിൽ കൊണ്ട് കയറുക. കണ്ടോ, മൈൻക്രാഫ്റ്റ് കളിച്ച് കഴിഞ്ഞു എന്നാണ് ഗെയിം ഇവിടെ പറയണത്. പക്ഷേ എല്ലാവർക്കും അറിയാം മൈൻക്രാഫ്റ്റ് ഇവിടെയാണ് തുടങ്ങണത്. ഇവിടുന്ന് നമുക്ക് എലൈറ്റർ ആകുന്നൊരു സാധനം കിട്ടും. ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം പറന്നുകൊണ്ട്. ഗൈസ് എന്തായാലും നമ്മളിവിടെ വെച്ചാണ് നിർത്തുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലും മറ്റുള്ളവർക്ക് ഇത് റെക്കമെൻഡ് ആവുള്ളൂ. ഓക്കെ, ബൈ.
ഗൈസ് ഇതിൻ്റെ ഇടയിലുള്ള പല വീഡിയോസും ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യണേ. ഇതൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ കഴിഞ്ഞ ഡ്രാഗനൊക്കെ ഒന്ന് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് പല വീഡിയോസും ഇതിൽ എററായി കിടക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക.